ഇങ്ങനത്തെ ചിരി കണ്ടിട്ടുണ്ടോ? ഇതാണ് ക്ലാസ് 2 ഡിവിഷൻ 2. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ക്ലാസ് 2 ഡിവിഷൻ 2വിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. ഇത് നമുക്ക് കാഴ്ചയ്ക്ക് കുഴപ്പമൊന്നുമില്ലാത്ത ഒരു പ്രൊഫൈലായതുകൊണ്ട് ആളുകൾ മിക്കവരും ട്രീറ്റ്മെൻറ്റ് എടുക്കത്തില്ല. എന്നാൽ നമ്മളിതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. പല്ല് പൊങ്ങിയത് കൊണ്ടല്ല, ഇത് ഫങ്ഷണലായിട്ട് നമുക്ക് പ്രശ്നങ്ങളുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പറയാമെന്ന് വിചാരിച്ചത്. നമ്മുടെ നോർമൽ കടിയിൽ പല്ലും മേൽത്താടിയിലെ പല്ലുകളും കീഴ്ത്താടിയിലെ പല്ലുകളും തമ്മിലാണ് മുട്ടേണ്ടത്. അതിൻ്റെ ആ ഒരു അറ്റവശം ഇൻസൈസിലെന്ന് പറയും, ഇവർ തമ്മിലാണ് മുട്ടേണ്ടത്. അതേസമയം ക്ലാസ് 2 ഡിവിഷൻ 2വിൽ മുകൾത്താടിയിലെ പല്ലുകൾ വളഞ്ഞ്, ഇതിൻ്റെ ക്ലിനിക്ക് വന്നൊരു കേസാണ്, വളഞ്ഞിട്ട് കീഴ്ത്താടിയിലെ പല്ലുകളുടെ മുൻവശത്ത് എന്നാണ് മുട്ടുന്നത്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് സംഭവിക്കേണ്ടത്? നമ്മുടെ കീഴ്ത്താടിയുടെ പല്ലുകൾ നമുക്ക് കാണണം. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒട്ടുമേ കാണുന്നില്ല അല്ലേ? ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇത് നമുക്ക് ഭംഗിക്ക് പ്രശ്നം ഉണ്ടാകുന്നില്ല, എന്നാൽ ഫങ്ഷനാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. നമ്മുടെ ഈ കീഴ്ത്താടിയുടെ പല്ലുകളെല്ലാം മുകൾത്താടിയിലെ പുറകു വശത്ത് മോണയിൽ ചെന്ന് മുട്ടുന്നു. കീഴ്ത്താടിയിലെ മുകൾത്താടിയിലെ പല്ലുകൾ വന്ന് കീഴ്ത്താടിയുടെ ഫ്രണ്ട് വശത്ത് മോണയിൽ വന്ന് മുട്ടുന്നു. അത് ട്രോമാറ്റിക് ഒക്ലൂഷൻ എന്ന് പറയും. ഇത് നല്ലതല്ല. ആംഗിൾ ക്ലാസ് 1 മാലിക്കുലേഷൻ ക്ലാസ് 1 ഉണ്ട്, ക്ലാസ് 2 ഉണ്ട്. ക്ലാസ് 2 ഡിവിഷൻ 1, ഡിവിഷൻ 2 ഉണ്ട്. ഡിവിഷൻ 1ൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടേക്കാം അതിൻ്റെ ലിങ്ക്. പിന്നീട് ക്ലാസ് 3 ഉണ്ട്. ഇപ്പോൾ ക്ലാസ് 2 ആണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇതാണ് നോർമൽ ക്ലാസ് 1 റിലേഷൻഷിപ്പ്. അതായത് മേൽത്താടിയുടെ കീഴ്ത്താടിയും ഒരേ ലെവലിലായിരിക്കും ഇത്. പിന്നെ അത് പല്ലുകൾക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നമ്മുടെ പ്രശ്നങ്ങളുള്ളത്. അതേസമയം ക്ലാസ് 2വിൽ അങ്ങനെയല്ല, ഈ എല്ലുകളുടെ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട്, ഏറ്റക്കുറച്ചിലുണ്ടാകും. അപ്പം ക്ലാസ് 2വിൽ ക്ലാസ് 2വിലാകുമ്പോഴത്തേന് ഈ ക്ലാസ് 2 മോളാർ റിലേഷൻഷിപ്പ് നോർമൽ കടിയിൽ നിന്ന് മാറി വരുന്നതിനെയാണ് മാലക്കുലേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മാലക്കുലേഷൻസ് തന്നെ ക്ലാസ് 1 ഉണ്ട്, ക്ലാസ് 2 ഉണ്ട്, ക്ലാസ് 3 ഉണ്ട്. ആംഗിൾസ് എന്നാണ് പറയുന്നത്, ആംഗിൾസ് മാലക്കുലേഷൻസ്. അതിൻ്റെ അകത്ത് ക്ലാസ് 2 തന്നെ 2 തരമുണ്ട്. ക്ലാസ് 2 ഡിവിഷൻ 1ഉം ഡിവിഷൻ 2ഉം. അപ്പം നമ്മുടെ ക്ലാസ് 2 ഡിവിഷൻ 1ൻ്റെ വീഡിയോ, അതിന് നല്ല പൊക്കം ഉണ്ടാകും. അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരാം. ഇപ്പോൾ ചെയ്യുന്നത് ക്ലാസ് 2 ഡിവിഷൻ 2 ആണ്. അപ്പം ക്ലാസ് 1 എന്ന് പറയുന്നത് മേൽത്താടിയും കീഴ്ത്താടിയും ഒരേ നോർമൽ റിലേഷൻഷിപ്സ് ആയിരിക്കും, ഒരേ ദിശയിലായിരിക്കും അവർ. ഇതാണ് ക്ലാസ് 2 മോളാർ റിലേഷൻഷിപ്പ്. ഇത് കണ്ടോ, പല്ലുകൾ മുകളത്തെ ആ പിക്ചറും താഴത്തെ ഇമേജസ് തമ്മിൽ വ്യത്യാസം ഒന്ന് നോക്കിക്കേ, മനസ്സിലാകുന്നുണ്ടോ? ഇതിൻ്റെ ക്ലിനിക്ക് വന്ന പേഷ്യൻ്റാണ്. അപ്പം അയാളുടെ അളവെടുത്തപ്പോഴുള്ള ആ ഒരു ലുക്കാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്, കണ്ടോ? അപ്പോൾ ഫ്രണ്ടിലെ സെൻട്രൽ ഇൻസൈസ് എന്ന് പറഞ്ഞു, അത് വളഞ്ഞിട്ട് കീഴ്ത്താടിയുടെ ആ ഒരു മോണയിൽ പോയി മുട്ടുകയാണ്. അപ്പോൾ എല്ലാ പല്ലുകൾക്കും തന്നെ ഒരു തേയ്മാനമുണ്ട്. പിന്നെ കണ്ടോ, ഫ്രണ്ട് നോക്കിക്ക്, ആ പല്ലുകൾ എവിടെയാണ് പോയി മുട്ടെന്ന് നോക്കി, കീഴ്ത്താടിയുടെ പല്ലുകളുടെ ഫ്രണ്ടിലുള്ള മോണയിൽ പോയി മുട്ടുന്നത് കണ്ടോ. പിന്നെ ആ പല്ല് തെറിച്ച് നിൽക്കുന്നുണ്ട്, ലാറ്ററൽ ഇൻസൈസ് തെറിച്ച് നിൽക്കുന്നുണ്ടോ, കണ്ടല്ലോ അല്ലേ? അല്പം സിവിയറാണ് ഇത്. ബൈറ്റ് എന്ന് പറയുന്നത്, കടിയെന്ന് പറയുന്നത് അല്പം ഡീപ്പാണ്. അപ്പം പെരിഡോണ്ടൽ ട്രോമ ഉണ്ടാകുന്നുണ്ട്. അതായത് മുറിവ് അപ്പർ പാലറ്റിൽ എന്ന് വെച്ചാൽ ഉൾവശത്തും മുകൾത്താടിയുടെ ഉൾവശത്ത് മോണയുടെ ഭാഗത്തും, അതുപോലെ തന്നെ കീഴ്ത്താടിയുടെ താഴത്തെ വശത്ത് മോണയുടെ മുൻവശത്ത് മോണ ഭാഗത്തും. ഇതിപ്പം ഷേപ്പ് കണ്ടല്ലോ അല്ലേ, ഒരു കുടുങ്ങിയ ഒരു ഷേപ്പും, മോളത്തതും താഴത്തതും കണ്ടോ.
ഭയങ്കര ഒരു ക്രൗഡിങ് ലുക്കാണ്. ഇതൊക്കെ നേരത്തെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് കേട്ടോ. ഇതിൻ്റെ മോണാസ് ഡിസ്റ്റോ ഒക്ലൂഷൻ എന്ന് പറയും. അതുപോലെ തന്നെ വളഞ്ഞിരിക്കുന്ന നമ്മുടെ ഇൻസൈസസും, അതുപോലെ ഡീപ്പ് ഓവർ ബൈറ്റ് ഉണ്ട്. പിന്നെ ഒരു നല്ലൊരു ഭംഗിയുടെ മുഖമാണ് കേട്ടോ. പിന്നെ അയാളുടെ ഡീപ്പ് മെൻറ്റോലേബിൾ സൾക്കസ് എന്ന് പറയും. പിന്നെ ബാക്ക്വേർഡ് പാത്ത് ഓഫ് ക്ലോഷർ എന്ന് പറയും. അപ്പോൾ നമ്മുടെ വായടയ്ക്കുന്നതിൻ്റെ ഒരല്പം ഒരു പുറകിലേക്കായിട്ടായിരിക്കും ക്ലോഷർ വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ രണ്ട് വശത്തും മുകൾത്താടിയിലും കീഴ്ത്താടിയിലും ജിഞ്ചവൽ ട്രോമയുണ്ടാകുന്ന അത് ആദ്യം തന്നെ കുറയ്ക്കണം. മനസ്സിലായോ? കാരണം പല്ലിനെ താങ്ങി നിർത്തുന്ന ടിഷ്യൂസിനൊക്കെ പ്രശ്നം ഉണ്ടാകുമല്ലേ. പിന്നെ ഇതിൻ്റെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻസൈസർ റിലേഷൻഷിപ്പ് കാരണം വളഞ്ഞിരിക്കുന്ന ആ ഇൻസൈസർ റിലേഷൻഷിപ്സിനെ നമ്മൾ കറക്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ അന്നേരമല്ലേ പിന്നെ ഇത് ഈ നേരത്തെ ഓർത്തോ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ എല്ലാ വളഞ്ഞിരിക്കുന്ന ഈ സെൻട്രൽ ഇൻസൈസറിനെയൊക്കെ നമുക്ക് നേരെ കൊണ്ടുവരാൻ പറ്റും. ഇത് ഭംഗിയുള്ള ഒരു മുഖമുള്ളതുകൊണ്ട് പലരും ട്രീറ്റ്മെൻറ്റ് എടുക്കത്തില്ല. പക്ഷേ ഇതുപോലെ തേയ്മാനമുള്ള കാര്യങ്ങളോ ഇതുപോലെ ട്രോമാറ്റിക് ഒക്ലൂഷനുള്ള കാര്യങ്ങളോ പലർക്കും അറിയത്തില്ല. അപ്പം നമ്മുടെ ക്രൗഡിങ് ഞാൻ പറഞ്ഞില്ല, ഈ പല്ലുകളെല്ലാം ഒരു ക്രൗഡിങ് ഉണ്ട്. ഈ തിങ്ങിയായിരിക്കും പല്ലുകളൊക്കെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയിരിക്കൊക്കെ നമുക്ക് കറക്ഷൻ ചെയ്യണം. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ പല്ല് പറിച്ചതാണെങ്കിൽ പല്ല് പറിച്ചുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഡീപ്പ് ആൻറ്റീരിയർ ഓവർ ബൈറ്റും അതുപോലെ തന്നെ റിട്രോക്ലിനേഷനും അപ്പം നമ്മളത് കറക്റ്റ് ചെയ്യേണ്ടി വരും. ഗ്രോത്ത് മോഡിഫിക്കേഷൻ അപ്ലയൻസ് അല്ലെങ്കിൽ ഫങ്ഷണൽ അപ്ലയൻസ് നമുക്ക് മിക്സഡ് ഡെൻറ്റിഷൻ പീരീഡ്, അതായത് പാൽപ്പല്ലും പുതിയ പല്ലും കൂടെ ഉള്ള സമയത്ത് തന്നെ നമുക്ക് കൊടുത്തുകൊണ്ട് ഇതിന് നമുക്ക് തടയിടാൻ സാധിക്കും. ഇതിൻ്റെ ഒന്നും കൂടെ റീക്യാപ്പ് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ, ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി കേട്ടോ. പല്ലിൻ്റെ ഘടനയും പല്ലെങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ ഇല്ലെങ്കിൽ ആർക്കെങ്കിലും നിങ്ങൾക്ക് തന്നെ ഇതുണ്ടെങ്കിൽ തിരിച്ചറിയാൻ സാധിക്കും. അന്നെയാണ് ഞാൻ എൻ്റെ പേഷ്യൻസിൻ്റെ ഫോട്ടോസ് ഇതാണ് ഞാൻ ഇടുന്നത്. അപ്പം കമ്പി ഇട്ടവരും കമ്പി ഇടാത്തവരും ചിലർ ക്രൗണിലൂടെ തന്നെ ചിലപ്പോൾ അത് വന്ന് കേടായിട്ട് റൂട്ട് കനാലൊക്കെ ചെയ്തിട്ട് ക്രൗൺ ഇടേണ്ട ഒരു ആവശ്യം വരാറുണ്ട്. അനാവശ്യമായിട്ട് പല്ലെല്ലാം തേയ്മാനം ഉണ്ടാകുമല്ലോ, അറിയാമല്ലോ, കൂടുതലായിട്ട് അമർത്തി നമ്മൾ തേക്കുമ്പോൾ. അപ്പം ഇതിനു വേണ്ടി ഞാൻ ഫോട്ടോസും കൂടി ഇടുന്നത് ഇറ്റ് വിൽ ഗൈഡ് യു. ഓക്കെ, ഇത് കണ്ട് മനസ്സിലാക്കിക്കോളൂ കേട്ടോ.